സ്കൂൾ വിദ്യാർത്ഥിനികളെ വലയിൽ വീഴ്ത്തിയ പെൺവാണിഭ സംഘത്തിലെ 3 പേരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിലാഷ്, സുരേഷ്, മജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെയും പെൺകുട്ടികളെയും ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കും. നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ പെൺവാണിഭത്തിന് ഉപയോഗിക്കുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി ലഭിച്ചിരുന്നു. സ്വകാര്യ ഹോസ്റ്റലാണ് പരാതി നൽകിയത്. ഇവിടെ താമസിച്ചു പഠിച്ച ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള 2 പെൺകുട്ടികളാണ് പെൺവാണിഭ സംഘത്തിന്റെ വലയിൽപ്പെട്ടത്. സംഘാംഗങ്ങളിൽ 3 പേർ ഇവരാണ്. കരകുളം സ്വദേശി 18-കാരനായ അഭിലാഷ്, ശാസ്തമംഗലം കാഞ്ഞിരമ്പാറ സ്വദേശി 20-കാരനായ സുരേഷ്, പേരൂർക്കട വഴയിലയിലെ 27 വയസ്സുള്ള മജു. സംഘത്തിലെ മറ്റുള്ളവരെ പിടികൂടാൻ പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒരാഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് 3 പേരെ പിടികൂടാനും സെക്സ് റാക്കറ്റ് പൊളിക്കാനും പോലീസിന് കഴിഞ്ഞത്. സ്കൂളിൽ നിന്ന് കുട്ടികൾ സുരക്ഷിതമായി വീട്ടിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് വീട്ടുകാർക്കും ഉണ്ട് ഉത്തരവാദിത്വം, പ്രിൻസിപ്പൽമാർക്കും ഹെഡ് മാസ്റ്റർമാർക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ സ്കൂളിനകത്ത് കയറുന്ന കുട്ടി ആ സ്കൂളിൽ 10 മണി കഴിഞ്ഞ ഉടനെ ക്ലാസ് കെട്ടിയത് വെളിയിൽ പോയാൽ ആരാ ഉത്തരവാദി? രാവിലെ 8:30 യൂണിഫോമിൽ സ്കൂളിലെത്തുന്ന പെൺകുട്ടികൾ പിൻവശത്തെ മതിൽ ചാടിയാണ് പുറത്തു പോകുന്നത്. തുടർന്ന് സാധാരണ വേഷത്തിൽ നഗരത്തിൽ ചുറ്റിക്കറങ്ങുകയാണ് പതിവ്. ചില കുട്ടികൾ ക്ലാസ്സിൽ തുടർച്ചയായി വരാതിരുന്നതിനെ തുടർന്ന് അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തായത്. ഓട്ടോ ടെമ്പോ ജീവനക്കാരാണ് ഏജന്റുമാരെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രേമം നടിച്ചാണ് പെൺകുട്ടികളെ വീഴ്ത്തിയിരുന്നത്. വെമ്പായം, വർക്കല എന്നീ സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി അനാശാസ്യം നടത്തിവരികയായിരുന്നു. മനോരമ